ഫ്രണ്ട്സ്, വിഷുവിൻ്റെ അന്ന് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ഭഗവാനെ കണി കണ്ടു. അതിനുശേഷം നല്ലോണം തൊഴുതു. എന്നിട്ട് ഞാൻ അടുക്കളയിൽ കയറി. അടുക്കളയിൽ അത്യാവശ്യം പണികളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചു. അതും കഴിഞ്ഞപ്പോൾ ഞാൻ വിഷ്കട്ടി ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ വിഷ്കട്ടയിലേക്ക് നാളികേരമൊക്കെ ചിരകി പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണക്കല്ലരിയിലാണ് വിഷ്കട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വിഷ്കട്ടിയൊക്കെ ആയി വന്നപ്പോൾ ഒരു ഇലയൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ട് മേശയിൽ ഇട്ടിട്ട് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ വലിയൊരു തട്ടുണ്ടെങ്കിൽ അതിൽ പരത്തിയെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണമാണ് ഞാനിങ്ങനെ ചെയ്തത്. അതും കഴിഞ്ഞപ്പോൾ സാമ്പാറൊക്കെ ആയി വന്നപ്പോൾ സാമ്പാറും കാച്ചിയെടുത്തു. പിന്നെ ഞാൻ അവിയലിൽ നാളികേരവും തൈരൊക്കെ ചേർത്ത് അവിയലും നന്നായി ഇളക്കിയൊക്കെ യോജിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പയറും കായും ഉപ്പേരിയും കാച്ചിയെടുത്തിട്ട് പപ്പടവും വറുത്തു. അതിനുശേഷം അടുക്കളയൊക്കെ നന്നായിട്ട് മെഴുക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു കറിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അടുക്കളയൊക്കെ സോപ്പ് ഇട്ടിട്ട് നന്നായി തുടച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ മൊത്തത്തിൽ നന്നായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം വിജയശേട്ടനും വാവിച്ചും എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൈനീട്ടമൊക്കെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൈനീട്ടമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ വിജയശേട്ടനും വാവിച്ചും വിഷ്കട്ടിയും സാമ്പാറും പപ്പടം കൂടി കഴിച്ചു. പിന്നെ എനിക്ക് അത്യാവശ്യം പണികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചു. വിഷ്കട്ടി സാമ്പാറും പപ്പടവും അവിയലൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു. ഞാൻ ചായ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഒരു 11 മണി 11:30 ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചോറൊക്കെ ഉണ്ടു. ചോറുണ്ടതിന് ശേഷം നിക്കുവിന് ചോറ് കൊടുത്തു. അപ്പോൾ ഒരു ഓണായാലും വിഷു ആയാലും ഞങ്ങൾ ഇലയൊക്കെ വെട്ടിയിട്ട് നിക്കുവിന് ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അവന് ചോറൊക്കെ കൊടുത്തു. അവൻ നമ്മുടെ വീട്ടിലൊരു അംഗമാണല്ലോ. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കൊടുത്തപ്പോൾ ചോറൊക്കെ അവനുണ്ടു. അപ്പോൾ അങ്ങനെ ഉണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഒരു 2:30 ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോണ വഴിക്ക് അത്താണിയിൽ കയറിയിട്ട് അവിൽ മിൽക്ക് കഴിച്ചു. അപ്പോൾ അങ്ങനെ അവിൽ മിൽക്ക് കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ കുറേ പടക്കവും കമ്പിത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വാവിച്ചും മണിക്കൂട്ടനും കൂടിയിട്ട് മേശപ്പൂവും കമ്പിത്തിരിയും പടക്കവും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കത്തിച്ചു. അപ്പോൾ പട്ടി അതൊക്കെ കണ്ടിട്ട് പേടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. അതും കഴിഞ്ഞപ്പോൾ അമ്മ ചായയൊക്കെ വെച്ച് തന്നപ്പോൾ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോകുന്നതിന് ശേഷം ഞാൻ പേരക്കായൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് പടക്കമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കത്തിച്ച് ചേച്ചി വിളിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ പോയി ബുലുസൂന് കൈനീട്ടമൊക്കെ കൊടുത്ത് അവിടെ ബിരിയാണിയും പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.